അർച്ചനയുമുണ്ട് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ വിശേഷങ്ങളുമായി. അണിയറയിൽ നിരവധി കലാകാരന്മാരും കലാകാരികളും ഒക്കെയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചന എത്തി. അർച്ചന, ഒപ്പം നിരവധി പേരെ ഞങ്ങൾ കാണുന്നുണ്ട്, പുലികളി അടക്കമുള്ള വേഷങ്ങളുമായി അല്ലേ? നിരവധി കലാകാരന്മാർ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും കാവ്യ, തൃപ്പൂണിത്തുറയുടെ നഗരവീഥികൾ ഈ വർണ്ണാഭമായ കാഴ്ചയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ അണിയറയിൽ കാണുന്നത് അത്തരത്തിൽ മനോഹരമായ കാഴ്ചകളാണ്. എല്ലാവരും ഈ ഒരുക്കത്തിൻ്റെ ഒക്കെ തിരക്കിലാണ്. നമ്മൾക്ക് ഇതാ ചേട്ടൻ ഇപ്പോൾ പുലിക്കളിയുടെ ഏകദേശം ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം പണിപ്പുര കഴിഞ്ഞു എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടാ, എല്ലാം ഏകദേശം കഴിഞ്ഞോ? ഇനി ഒരു ഫിനിഷിംഗ് പോയിന്റും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്ലിയറായി. അങ്ങനെ 20 പേരുണ്ടല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ചെയ്യുള്ളൂ. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ കഴിയും. ഇപ്പോൾ 2 സ്റ്റെപ്പ് എൻ്റെ കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ആവും. പിന്നെ ഞാൻ ക്യാപ്പ് വയ്ക്കും, അരമണി കെട്ടും, ഞാൻ ഓക്കെ ആയി. എപ്പോൾ തുടങ്ങിയതാ? രാവിലെ തുടങ്ങി? ഞങ്ങൾ 4 മണിക്ക് തുടങ്ങി. ഇന്നലെ രാത്രി 8:30 വന്നു തുടങ്ങി. ഇവിടെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷീണം പോലില്ലോ. കിടന്നുറങ്ങി ഞങ്ങളൊരു 4 മണിക്ക് എനിക്ക് ഇത് ചെയ്തു. എല്ലാ വർഷവും ചേട്ടൻ വരുന്നതാണോ? ഇവിടെ ഇപ്പോൾ ഞാൻ അത്തച്ചമയത്തിന് ഒരു 15 വർഷമായി വരുന്നത്. കാരണം തൃശ്ശൂർ എനിക്കിപ്പോൾ ഒരു 48 വയസ്സായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 15 വർഷമായി ഇപ്പോൾ അത്തച്ചമയത്തിന് വരുന്നു. നല്ല രസമായിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് നടക്കാണ്ട്, എന്നാലും കുഴപ്പമില്ല. ചേട്ടൻ നമുക്ക് നേരത്തെ ഇതൊക്കെ കാണിച്ചു തന്നതാണ്. ചേട്ടൻ ഒന്ന് പ്രേക്ഷകർക്ക് കൂടെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞ ഒരു പുലി രൂപത്തിൽ. പുലിക്കളി നമുക്ക് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പുലികൾ ഇവിടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഇപ്പോൾ ചേട്ടൻ നമ്മളോടൊപ്പം ചേർന്നു. അതുപോലെ ഒരുപാട് പേര് അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പല നിറങ്ങളിൽ, അതായത് ഏകദേശം 59 കലാരൂപങ്ങളാണ് ഇത്തരത്തിൽ ഒരുങ്ങുന്നത്. പുലിക്കളി മാത്രമല്ല, കാവടിയാട്ടം, മയിലാട്ടം, തെയ്യം, തിറ തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളും ഇവിടെ പല ഇടങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഒരുങ്ങുന്ന കാഴ്ചയാണ്. അന്യം നിന്ന് പോകുന്ന ഒത്തിരി കലാരൂപങ്ങളെ നമുക്കിവിടെ കാണാം. ഇത്തരത്തിൽ വീതി, അതായത് തൃപ്പൂണിത്തുറയുടെ വീഥികൾ വർണ്ണാഭമാക്കാനുള്ള അവസാന ഘട്ടത്തെ ഒരുക്കത്തിലാണ് ഇവിടുത്തെ കലാകാരന്മാരെല്ലാം തന്നെ. ഇവർ രാവിലെ പുലർച്ചയോട് തുടങ്ങിയ ഒരുക്കങ്ങളാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കെല്ലാം കടക്കുകയാണ്. ഏകദേശം 9 മണിയോട് മുന്നോടിയായി തന്നെ ഇതെല്ലാം പൂർത്തിയാകും. ഇത്തരത്തിൽ നിരവധി പേർ നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ഏകദേശം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചേട്ടാ, എപ്പോൾ തുടങ്ങിയതാണിത്? ഒരു 2 മണിയപ്പോൾ തുടങ്ങിയതാ. തൃപ്പൂണിത്തുറക്കാരനാണോ? അല്ലല്ല, തൃശ്ശൂർക്കാരനാ. എല്ലാ വർഷവും വരാറുണ്ട്? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാ. പുലിക്കളി എന്ന് പറയുന്നത് ഒരു വികാരം വികാരം മാത്രല്ല, ഒരു ഹരാണ്. 4ഓണം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ പെർഫോമൻസ് മുഴുവൻ നമ്മൾ കാണിക്കുക 4ഓണത്തിനാണ്. കലാകാരന്മാരെല്ലാം തന്നെ ഇനി ഒരുക്കങ്ങളൊക്കെ കഴിയാറായി. ഇനി അതൊക്കെ നഗരവീഥികളിൽ കാഴ്ചക്കാർക്കായി തയ്യാറെടുക്കുകയാണ് അവരെല്ലാം തന്നെ. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഇതൊരു ചെറിയ ഭാഗമാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ വർണ്ണാഭമായ നിരവധി കാഴ്ചകളുണ്ട്. അതെല്ലാം തന്നെ ഒരുക്കങ്ങളിലാണ്, അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഏകദേശം 8 മണിയോടുകൂടെ തന്നെ എല്ലാവരും ഇത്തരത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകും. മാത്രമല്ല 15ഓളം നിശ്ചല ദൃശ്യങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ഈ ഹാളിന് പുറമെ അകത്തായി നിരവധി വർണ്ണാഭമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ പടയണി അടക്കം ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ ഈ വേദി, അതായത് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്തെല്ലാം തന്നെ ഇത്തരത്തിൽ പല ഇടങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഓരോ കലാരൂപങ്ങളും ഒരുങ്ങുകയാണ്. മാത്രമല്ല ഇതൊക്കെ ദിവസങ്ങൾ നീണ്ട പ്രയത്നമാണ്. ഇത്തരത്തിൽ അവർ തയ്യാറെടുപ്പുകളാണ്. ഓരോ കലാരൂപത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം തയ്യാറെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഈ കലാകാരന്മാരെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പടയണി ആണ് നമ്മൾ കാണുന്നത്. പടയണി എല്ലാം അന്യം നിന്ന് പോകുന്നൊരു കലാരൂപമാണ്. അതൊക്കെ തൃപ്പൂണിത്തുറയുടെ നഗരവീഥിയിലെത്തിയാൽ ഈ കാഴ്ചകളെല്ലാം നമ്മെ ഒറ്റക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക, അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 59ഓളം കലാസംഘങ്ങളാണ് ഇത്തരത്തിൽ ഒരുങ്ങുന്നത്. പല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാരാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ എത്തി. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അവർ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അത് നഗരവീഥികളിലേക്ക്, അതായത് ഈ കലാരൂപങ്ങളെല്ലാം തന്നെ നഗരവീഥികളിലേക്ക് ഇറങ്ങും. എന്തായാലും തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. മാത്രമല്ല വർഷങ്ങളായി ഈ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. അതിന് എന്നും ഓരോ വർഷവും അവർ മാറ്റുകൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓരോ വർഷവും ഇത്തരത്തിൽ കലാകാരന്മാരെത്തുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു അതിജീവനത്തിൻ്റെ ഒരു പാത കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഈ ചടങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് കലാകാരന്മാരുടെ ജീവിതം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ
ഇത് ഈ ചടങ്ങ് തൃപ്പൂണിത്തറക്കാർക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഈ അതിജീവന പാതയിൽ നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നതും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പണങ്ങളെല്ലാം തന്നെ ബാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. അത്തരത്തിൽ പൂർണ്ണമായുമുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. നമ്മളോടൊപ്പം ഒരു തെയ്യം, ഇതിൻ്റെ കൃത്യമായ വിവരം എനിക്കറിയില്ല, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചേട്ടനോട് ചെയ്യാം. ചേട്ടാ, ഒരുങ്ങി കഴിഞ്ഞോ? ഒരുങ്ങി കഴിഞ്ഞ് തുടങ്ങണം മാത്രമേ കാണുന്നുള്ളൂ. എന്താ ഇതിപ്പോൾ മനസ്സിലായിട്ടില്ല. എന്നാ മനസ്സിലായില്ല. ഇതെന്താണ്, ഇതിൻ്റെ രൂപം എന്താണ്? നാഗദൈവമാണ്. തെയ്യത്തിൻ്റെ രൂപമാണ്. തെയ്യം കലാരൂപമാണ്. ഇനി എന്തൊക്കെ ഒരുങ്ങാനുള്ളത്? മുഖം മാത്രമാണോ? അല്ല ഡ്രസ്സും ചെയ്യാണ്ട് പിന്നെ ബോർഡ് കയറ്റാണ്ട് അങ്ങനെ ഇതൊക്കെ ഓരോരോ രൂപങ്ങളാണ്, തെയ്യ രൂപങ്ങളാണ്. ഇതല്ലേ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത്രയും ഭംഗിയുള്ള കാഴ്ചകളായി മാറും. നഗരത്തിൽ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം വർഷങ്ങളായി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഓരോ വർഷവും ഈ കാഴ്ചകൾക്കെല്ലാം മാറ്റുകൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തൃപ്പൂണിത്തുറക്കാർ കാണാൻ പോവുകയാണ്. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഉദ്ഘാടനം കഴിയും. അതിനുശേഷം അതിഥികളെത്തും. മുഖ്യ അതിഥികളെല്ലാം തന്നെ വേദിയിലുണ്ടാകും. അതിനുശേഷം ഈ കാഴ്ചകളെല്ലാം തന്നെ, അതായത് ഈ കലാകാരന്മാരെല്ലാം തന്നെ നഗരവീഥികളിലേക്ക് കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഒരുങ്ങുകയാണ്. അവരുടെ എല്ലാം വിവിധ കലാരൂപങ്ങളെല്ലാം തന്നെ ഉണ്ട്. അത്തരത്തിൽ ചെറിയ മക്കൾ മുതൽ പ്രായമായവർ വരെ ഇതിൽ ഒന്നിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഓണം എന്നത് മലയാളികളുടെ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജാതിഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഒരുമയുടെ ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കലാകാരന്മാരെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ആഘോഷം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പറയുന്നത് ഈ കലാകാരന്മാരുടെ ഒരു ജീവിതം കൂടിയാണ് ഈ ഒത്താഘോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർച്ചന, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവരുടെ ഒരു ആത്മസമർപ്പണം ഉണ്ടല്ലോ. ഇപ്പോൾ അർച്ചന ചോദിച്ചു പുലർച്ചെ എത്ര മണി തൊട്ട് ആകുകയാണെന്ന് ചോദിച്ചപ്പോൾ 2 മണി മുതൽ ഇങ്ങനെ ശരീരമാസകലം ഈ ഒരു വർണ്ണാഭമായ ഈ പെയിന്റിങ്ങുകളൊക്കെ ആയിട്ട് അവരിങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഏതാണ്ട് 8:30 മണിക്ക് ഈ പതാക ഉയർത്തൽ ചടങ്ങാകുമ്പോഴേക്കും ഇത് പൂർത്തിയാവുകയുള്ളൂ. എത്ര മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയാണ്. അത് അടുത്ത് നിൽക്കുന്ന ചേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു ഈ ഒരു ആഘോഷ നിമിഷങ്ങളോടുള്ള അവരുടെ ആ ഒരു ആത്മസമർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് ഈ ഓണത്തിന്റെ അതിജീവനത്തിന്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയുക. തീർച്ചയായും കാവ്യ, ഏകദേശം പുലർച്ചെ തുടങ്ങിയതാണ് ഇവരൊക്കെ ഒരുങ്ങാൻ. നമുക്കറിയാം ഇതിനൊക്കെ എത്രത്തോളം പ്രയാസമുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ. എന്തായാലും ആ ചേട്ടൻ എപ്പോൾ തുടങ്ങിയതാണ്? രാവിലെ പുലർച്ചെ 3 മണി 2:30 തൊട്ട് തുടങ്ങി. നാട്ടുകാർ തന്നെയാണോ? തൃപ്പൂണിത്തുറക്കാർ? തൃശ്ശൂർ അതിലെ ഞങ്ങളുടെ അഹങ്കാരം. തൃശ്ശൂരുകാർക്ക് പുലിക്കളി എന്ന് പറയുന്നൊരു വികാരം കൂടിയല്ലേ? അതെ തന്നെ. ഞങ്ങൾ 2 മണി. ഏകദേശം പൂർത്തിയായോ ഇതിനി? ഇതിപ്പോ ഇതില് ഓരോ പുള്ളി വരും, ഈ കൈയും കാലും നഗരത്തിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ മതി, തകർക്കും. അരമണിയുണ്ട്, മുഖംമൂടിയുണ്ട്. എല്ലാ വർഷവും വരുന്നവരാണോ നിങ്ങളൊക്കെ? ഇങ്ങനെ എല്ലാ വർഷവും വരുന്ന ആളുകളാണ്. ഒരു വർഷം പോലും മുടക്കമില്ലാതെ തൃപ്പൂണിത്തുറയുടെ വീഥികളെ വർണ്ണാഭമാക്കാൻ എത്തുന്ന കലാകാരന്മാരെന്ന് കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കലാകാരന്മാർ തന്നെയാണ്. അവരാണ് തൃപ്പൂണിത്തുറക്കാരെയും ഈ ഓണാഘോഷത്തിനൊക്കെ മാറ്റുകൂട്ടാൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് കേരളത്തിലേക്ക് ഒത്തുചേർന്നത്, അതായത് തൃപ്പൂണിത്തുറയിൽ ഒത്തുചേർന്നത്. അവർ അത്രയും പ്രയാസപ്പെട്ടു, അതായത് ഇന്നലെയൊക്കെ എത്തിയവരാണ് കൂടുതൽ പേരും. ഒരുപാട് ഒരുക്കങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ഒരുപാട് പ്രാക്ടീസുകളുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഇവർ ആളുകളുടെ കണ്ണിനെ ഈർന്നണിയിക്കുന്ന കാഴ്ചകളിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെയെല്ലാം തന്നെ ഒരുക്കുന്ന അതായത് അവസാനഘട്ട ഒരുക്ക് പണിയിലാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിന് ശേഷം 3ാം ഘട്ടം എന്നോണം ഒരു പെയിന്റിങ്ങും കൂടിയുണ്ട്. അതിന് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇത് പൂർത്തിയാകുക. മാത്രമല്ല ഇനിയും മണിക്കൂറുകളുണ്ട്, പെയിന്റിങ് പോകുന്നൊരു സാഹചര്യമൊക്കെ വരും. അതുകൊണ്ട് തന്നെ അവസാനഘട്ട ഒരുക്ക് പണിയിലാണ്.